മഴത്തോട് മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ ശിവശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീനയോട് ഈ കാര്യം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ശിവേട്ട. അലീന ഇതിന് ഒന്നും വഴങ്ങിത്തിരുത്തില്ല. അന്ന് രോഹിത്തിൻ്റെ കാര്യം പോലും സംസാരിച്ചപ്പോൾ അവൾ എന്നോട് തറപ്പിച്ച് പറഞ്ഞതാണ്, ഒരു സഹായവും ചെയ്യത്തില്ല അച്ഛാ, ആർക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ നടത്തത്തില്ലെന്ന് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ശിവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രം അവളോട് സംസാരിക്കുക, വെറുതെ അവളുടെ മുന്നിൽ പോയി നാണം കിടണ്ട എന്ന് പറയാണ്. പിന്നെ ശിവേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങുവാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, ബാലചന്ദ്രനും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, എനിക്കിനി അവളുടെ മുന്നിൽ നാണം കെടാൻ വയ്യ, മാത്രമല്ല ഞാൻ ആ സൈഡിൽ തന്നെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വെച്ചേക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവുകയാണ്. എനിക്ക് സമയമായി ശിവേട്ട, ഞാൻ പോവുകയാണെന്ന് പറയാണ്. ശിവേട്ടൻ അവളോട് സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നെ വൈജയുടെ കാര്യം അന്നേരം ശിവശങ്കരൻ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നെന്ന് പറയാണ്. അപ്പം വൈജയുടെ കാര്യം എന്നോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഇന്നലെ അലീനയുടെ മുറിയിൽ ചെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. അലീന അത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അതോടെ വൈജയെടുത്ത് കാര്യങ്ങളെല്ലാം ഞാൻ പറയും, അതോടെ പ്രശ്നത്തിന് തുടക്കമാവും. അത് ശിവേട്ടന് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് പെങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഉപദേശിക്കുന്നത് നല്ലതാണ്. മാത്രവുമല്ല അലീന ആരാണെന്നുള്ള സത്യം പുറത്തറിഞ്ഞാൽ നഷ്ടം ഒക്കെ മാത്രമായിരിക്കും, മക്കളെല്ലാം എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ശിവശങ്കരൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നേരെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അലീന അവിടെ തുണിയൊക്കെ മടക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അലീന ഡോറ് തുറന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിളാണോ? ആ എന്താ അങ്കിളെ, വാ കയറി വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കയറി വന്ന ശിവശങ്കരൻ പറയാണ്, ഞാൻ അലീനയുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ് വന്നതെന്ന് പറയാണ്. എൻ്റെ സഹായം? ആ അലീനയുടെ ഒരു സഹായം ഉണ്ടാവണം എന്ന് പറയാണ്. ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അലീനയ്ക്ക് അറിയാമല്ലോ, ഹരിക്ക് മാത്രം ജാമ്യം കിട്ടിയില്ല, ഹരിക്കയുടെ കൂടെയുള്ള ബാക്കി എല്ലാവർക്കും ജാമ്യം കിട്ടി. ഹരിയുടെ പേരിൽ പോക്സോ കേസും കൂടെ ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ഹരിയെ ജാമ്യം കിട്ടിയില്ലെന്ന് പറയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, ഇതിൽ ഞാനെന്ത് ചെയ്യാനാ അങ്കിളെ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹരിയുടെ പേരിൽ കേസ് വന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, അവർ ഹരിയുടെ നേരെ പോക്സോ കേസ് കള്ളക്കേസാണ്, അവൻ ആ കുട്ടിയെ നേരത്തെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് അവൻ എന്നോട് സത്യം പറഞ്ഞെന്ന് പറയാണ്. സത്യമിട്ട് പറഞ്ഞു എന്ന് ശിവശങ്കരൻ പറയാണ്. അപ്പോൾ അലീന പറയാണ്, ഹരിയല്ലേ സത്യം ഇട്ടത്, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അങ്കിളെ, അവൻ്റെ വിജയത്തിന് വേണ്ടി അവൻ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയുമെന്ന് അലീന പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അതെനിക്കറിയാം, പക്ഷേ അവൻ എന്നോട് തറപ്പിച്ച് പറഞ്ഞു അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പം ഞാൻ എങ്ങനെ മോളെ അവനെ ഉപേക്ഷിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഞാൻ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്കിളെ എന്ന് പറയാണ്. മോക്ക് മാത്രമേ ഇപ്പം എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. എന്നെയും ഞാനും മനുവും കൂടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നോക്കി, പക്ഷേ അവനെ മാത്രം പുറത്തിറക്കാൻ പറ്റിയില്ല. അതിനു വേണ്ടി മോളുടെ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. അത് മോളാണെങ്കിൽ ശരണ്യയായിട്ട് നല്ല അടുപ്പമാണെന്നറിയാം, മോള് ശരണ്യയോടൊന്ന് സംസാരിക്കണം ഹരിയുടെ കാര്യം. അപ്പം അലീന ഇങ്ങനെ ശിവശങ്കരനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ എന്താ ഹരിയുടെ കാര്യം സംസാരിക്കേണ്ടത്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയണം, മോള് വേറൊന്നും പറയണ്ട, കേസിൽ നിന്ന് അവനെ ഒഴിവാക്കണമെന്നൊന്നും പറയണ്ട, അവനെ നേരെ ചുമത്തിയിരിക്കുന്ന പോക്സോ കേസ് അത് കള്ളക്കേസാണ്, അതൊന്ന് ഒഴിവാക്കി തരണമെന്ന് മാത്രം മോള് പറയണമെന്ന് ശിവശങ്കരൻ അലീനയുടെ അടുത്ത് പറയാണ്. അപ്പം അലീന ഇങ്ങനെ ശിവശങ്കരനെ നോക്കുന്നുണ്ട്. ആ ഒരു സഹായം മോൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അങ്കിളെ ഞാൻ ഈ കേസിൽ ഒന്നിനും ഇടപെട്ടിട്ടില്ല, രോഹിത്തിനെ ഇറക്കാൻ പോലും ഞാൻ ശരണ്യയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തുമില്ല. അതുപോലെ തന്നെയാണ് ഹരിയുടെ കാര്യവും, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ശരണ്യയുടെ അടുത്ത് പറയത്തില്ല. അവൾക്ക് എന്നെ മേളിലൊരു ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഞാനായിട്ട് കളയത്തില്ല. അവൾക്ക് മനസ്സിൽ തോന്നിയെങ്കിൽ മാത്രം അവൾ പറയട്ടെ, ഹരി പറയുന്നത് ശരിയാണെങ്കിൽ അവൾക്ക് മനസ്സിൽ തോന്നുമെങ്കിൽ അവൾ പറയട്ടെ, അല്ലാതെ ഞാൻ ഒരിക്കലും അവളോട് ഈ കാര്യം സംസാരിക്കത്തില്ല, രോഹിത്തിൻ്റെ കാര്യം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, മോളെ കൈവിടല്, മോള് മാത്രമേ ഇപ്പോൾ ഒരാശ്രയമുള്ളൂ, മോൾക്ക് മാത്രമേ അവളോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല പോക്സോ കേസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഹരിക്ക് ജാമ്യം കിട്ടാത്തത്, അത് മാത്രം ഒഴിവാക്കി തന്നാൽ മതി, ബാക്കി കേസൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, മോളൊന്ന് സംസാരിക്കാൻ ശിവശങ്കരൻ അലീനയോട് അപേക്ഷിക്കുന്ന പോലെ പറയാണ്. അപ്പം അലീന പറയാണ്, അങ്കിളെ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, അത് മനുവേട്ടനും അറിയാം, അച്ഛനും അറിയാം, പിന്നെ അങ്കിൾ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും ചെറുതാവല്ലേ, ഞാൻ ഹരിയുടെ കാര്യം സംസാരിക്കത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരൻ ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ വിഷമത്തോടെ അലീനയോട് പറയാണ്, മോക്ക് പറ്റുമെങ്കിൽ
എന്നെ ഒന്ന് സഹായിക്ക്, ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. എൻ്റെ ഒരു ഗതികേട് കൊണ്ടാണ് മോളോട് ഇത്രയും പറഞ്ഞത്. അവൻ ജയിലിൽ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞ് ശിവശങ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല സങ്കടം വരുന്നു. സങ്കടത്തോടെ അലീന ഇങ്ങനെ അവിടെ ഇരുന്ന് സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ് ശിവശങ്കരൻ പറയുന്നതൊക്കെ. അലീനയ്ക്കാണെങ്കിൽ ഹരിയെ ഒരു തരത്തിൽ രക്ഷിക്കണമെന്ന് ഹരിയുടെ കാര്യം ശരണ്യയോട് പറയത്തുമില്ല. പക്ഷേ ശിവശങ്കരൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. അതിനുശേഷം ശിവശങ്കരൻ നേരെ പോകുന്നത് വൈജയുടെ മുറിയിലേക്കാണ്. വൈജയുടെ മുറിയിൽ ചെന്ന് തട്ടുമ്പോൾ വൈജ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ, ശിവേട്ടനോ? ശിവേട്ടൻ എപ്പം വന്ന്? കുറച്ച് നേരമായതേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നെ ബാലചന്ദ്രനെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ, കണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ബാലചന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ബാലചന്ദ്രനെ കണ്ട് സംസാരിച്ച് അതിനുശേഷം അലീനയെ ഒന്ന് കാണാൻ കയറി. അലീനയോട് സംസാരിച്ച്. അതെന്താ ശിവേട്ടൻ അലീനയോട് സംസാരിക്കാൻ എന്തുവാ? അവളോട് എന്ത് പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ഒന്നാമത് സുഖമില്ലാതെ കടന്നില്ലേ, അതുകൊണ്ടൊന്ന് കയറി കണ്ട്. പിന്നെ ഹരിയുടെ കാര്യം ഒന്ന് സംസാരിച്ച്. രോഹിത്തിനെ ഇറക്കിയതിൽ പ്രധാന പങ്ക് അവക്കില്ലേ, അതുകൊണ്ട് ഹരിയുടെ കാര്യവും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച്. പിന്നെ എൻ്റെ മോനെ ഇറക്കിയത് അവളൊന്നുമല്ല, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വൈജ പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് നിന്നായിട്ട് തർക്കിക്കാനൊന്നും വയ്യ. പിന്നെ നീ ഇന്നലെ രാത്രി എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്? നിനക്കെന്തുവാ, രാത്രി ഉറക്കമൊന്നുമില്ലേ എന്ന് ശിവശങ്കരൻ ചോദിക്കുകയാണ്. എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുക ശിവേട്ട. ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പം അവളുടെ സൈഡാണെന്ന് പറയുകയാണ്. അപ്പം ശിവശങ്കരൻ പറയുകയാണ്, നീ ഈ മുറിയിൽ തന്നെ അടച്ചൊതുങ്ങി ഇരിക്കുന്നുണ്ടല്ലേ, നിനക്ക് പുറത്തോട്ടിറങ്ങി എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചൂടെ? നീ എന്തിനാ ഈ മുറി കയറി ഇത്രയും അടച്ചിരിക്കുന്നേ എന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടല്ല, ആ വീട്ടിൽ ഞാൻ എങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. ശിവശങ്കരൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിൻ്റെ വീടല്ലേ, പിന്നെ ഇത് ആരുടെ വീടാ? ഇതിപ്പോൾ അവളുടെ വീടാണെന്ന് പറയുകയാണ് വൈജ. അവളുടെ വീടോ? അലീനയുടെ വീടെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വീണ്ടും ശിവശങ്കരൻ പറയാണ്. അതായത് ശിവേട്ട, അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഇത് എൻ്റെ വീടാവത്തുള്ളൂ. എനിക്ക് എൻ്റെ കുടുംബം വേണം, എൻ്റെ മക്കൾ വേണം, അവരെല്ലാം തിരിച്ചു പിടിക്കണം. അതിന് അവൾ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ ഭയങ്കര വിഷമത്തോടെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കറിയാലോ ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടത്തില്ലെന്ന്. അപ്പം പിന്നെ നീ എന്തിനാ ഇതിനെ വാശി പിടിക്കുന്നതെന്ന് പറയുകയാണ്. നിനക്ക് അവളുമായിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസിൽ അങ്ങ് പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ ദേഷിച്ചു പറയാണ്, ശിവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളുമായിട്ടൊരു കോംപ്രമൈസോ? ഈ ജന്മത്ത് നടക്കത്തില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലേ എനിക്ക് സമാധാനം കിട്ടൂ, എന്നാൽ എൻ്റെ കുടുംബവും എൻ്റെ മക്കളെയൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുകയാണ്. അവൾ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരുമെന്ന് വൈജ ഇങ്ങനെ ശിവശങ്കരൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ബാലചന്ദ്രനോട് സംസാരിച്ചായിരുന്നു. നീ അലീനയെ കണ്ട് സംസാരിച്ചായിരുന്നോ? ഇവിടുന്ന് ഉടനെ പോകണം എന്നുള്ള കാര്യം അലീനയുടെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഓ, അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ചെവിയിൽ അവൾ എത്തിച്ചോ? ആ, പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ഉടനെ പോകണം എന്ന് ഞാൻ അവളോട് പറഞ്ഞെന്ന് വൈജ പറയുകയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, നീ ചുമ്മാതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ തന്നെ പ്രശ്നം കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല. ഇനി നിൻ്റെ പ്രശ്നം കൊണ്ടെടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് വയ്യ. നിനക്ക് സമാധാനമായി ആലോചിച്ചൂടെ? നിനക്കിവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞൂടെ എന്ന് വൈജ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയുകയാണ്, ഞാൻ ഇവിടെ സമാധാനത്തിൽ കഴിയാം, അവൾ ഇവിടുന്ന് പോകണം എന്ന് പറയാണ്. നിൻ്റെ വാശിക്കൊരു കുറവില്ലല്ലോ എന്ന് ശിവശങ്കരൻ പറയുകയാണ്. അന്നേരം വൈജ പറയാണ്, ഈ കാര്യത്തിൽ വാശിക്ക് ഒരു കുറവുമില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ. എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും എൻ്റെ വീടും എല്ലാം എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കണം. അവളുമായിട്ട് ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി വരുന്നതെല്ലാം നീ സ്വയമേ അനുഭവിച്ചോ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടെ നഷ്ടം നിനക്ക് മാത്രമാകും. അത് നിനക്ക് പതിയെ മനസ്സിലാവും. നിൻ്റെ മക്കൾ, കുടുംബം എല്ലാം നിനക്ക് നഷ്ടമാവും. അത് നിനക്ക് പതിയെ മനസ്സിലായിക്കൊള്ളൂ എന്ന് പറയുകയാണ്. നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ അന്വേഷിച്ച് വരികയോ ചെയ്യണ്ട എന്ന് ഉടനെ വൈജ പറയുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുകയാണ്, എനിക്കാണെങ്കിലേ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. ചിലപ്പോൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിന്നെ ഞാൻ തല്ലും എന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ പോവുകയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. വൈജയ്ക്കാണെങ്കിൽ പിന്നെയും ദേഷ്യം വരികയാണ്. കാരണം ശിവശങ്കരനും വന്നിട്ട് വൈജയോട് ദേഷ്യച്ചൊല്ലിപ്പോയി, അതിൻ്റെ ഒരു ദേഷ്യവും വൈജയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ശിവശങ്കരനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് നെടുമ്പുഴയ്ക്കിൽ നിന്ന്. അങ്ങനെ അലീനയുടെ അടുത്ത് സംസാരിച്ചിട്ട് അലീനയുടെ കാര്യമൊന്നും ആയില്ല, വൈജയുടെ സംസാരിച്ചിട്ട് വൈജയുടെ കാര്യമൊന്നും ആവില്ല. ആകപ്പാടെ ടെൻഷന് ശിവശങ്കരൻ പോവുകയാണ്. അങ്ങനെ ശിവശങ്കരൻ പോകുമ്പോൾ ശിവശങ്കരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരണ്യയുടെ അച്ഛനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് ശിവശങ്കരനാണെങ്കിൽ ശരണ്യയുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അപ്പം ശരണ്യയുടെ അച്ഛനാണെങ്കിൽ നമ്പർ ആരുടെയാണെന്നൊന്നും മനസ്സിലാവാതെ ഫോൺ എടുക്കുവാണ്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, ഇത് ശരണ്യയുടെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെന്ന് പറയുന്നുണ്ട്. അപ്പം
ശരണ്യയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് ഇതാരാ വിളിച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഹരിയുടെ അച്ഛനാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ശരണ്യയുടെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തിനാ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് ചൂടായി ചോദിക്കുകയാണ്. ഹരിക്കെതിരെ നിങ്ങൾ പോക്സോ കേസ് ചുമത്തിയിട്ടില്ലേ, അതെങ്ങനെ പിൻവലിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ ആകപ്പാടെ ദേഷ്യമാവുന്നുണ്ട്. അവനെതിരെയുള്ള പോക്സോ കേസ് പിൻവലിക്കാനോ? ഒരിക്കലുമില്ല. അവനെതിരെ എന്തൊക്കെ കേസ് ചുമത്താവോ അതെല്ലാം ചുമത്തി അവനെ കള്ളക്കേസിലും കുടുക്കി അവനെ അകത്താക്കണം. അതാ ഞങ്ങൾ ചെയ്യുന്നത്. ഒരു കേസ് പോലും അവനെതിരെ പിൻവലിക്കത്തില്ല. കാരണം അവനാണ് എൻ്റെ മോളെ ചതിച്ചതെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെയും ദേഷ്യത്തോടെ ശരണ്യയുടെ അച്ഛനാണെങ്കിൽ ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരൻ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ദേഷ്യമായിട്ടാണ് ശരണ്യയുടെ അച്ഛൻ സങ്കടത്തോടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മോനെ ഈ ജന്മത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണം. അവൻ ജയിലിൽ കടഞ്ഞ് നരക യാതന അനുഭവിക്കണം. അതാണ് ഞങ്ങൾക്ക് കണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ മോനെ ഈ ജന്മത്ത് ഇറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അച്ഛൻ ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് സങ്കടത്തിൽ നിൽക്കുകയാണ് ശിവശങ്കരൻ. ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊന്നും ഒരു പിടിയില്ലാതെ ശിവശങ്കരൻ ഇങ്ങനെ സങ്കടത്തോടെ ഹരിയുടെ കാര്യവും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്.